ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ. അധികം പേർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഒരുപാട് സമയം എടുക്കാൻ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളെ കായ്പോള റെസിപ്പി ആട്ടോ. അപ്പോൾ കായ്പോള സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിലേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്കൊരു 3-4 പഴം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരുപാട് അങ്ങ് കരിച്ചെടുക്കേണ്ട. കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഒന്ന് കളർ മാറി ഒരു ഗോൾഡൻ കളർ അടിച്ചിട്ട് വരുമല്ലോ, അങ്ങനെ ഒന്ന് ആയാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മളെ പഴം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും. ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. നല്ല അടിഞ്ഞ് പോവാതെ നമുക്കിത് ഇതുപോലെ കിട്ടും കേട്ടോ നമ്മളെ പഴം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ ചൂടോടെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ തേങ്ങയും പഞ്ചസാരയൊക്കെ നല്ല ആ പഴത്തിൻ്റെ ആ ചൂടോടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ 4-3 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 3-ൽ കുറയാൻ പാടില്ല. നമ്മളിപ്പോൾ 4 മീഡിയം വലുപ്പത്തിലുള്ള പയലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 മുട്ടയെങ്കിലും എന്തായാലും ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പാൽപ്പൊടി നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മൈദയും പാൽപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് 2 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 4 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കുക. നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാറി മാറി നന്നായിട്ട് ഇതൊന്ന് അടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ പോള ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടല്ലോ ബനാന, ആ ഒരു പാത്രത്തിൽ ഓയിലൊക്കെ അങ്ങ് മാറ്റിയിട്ട് അതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഗീയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇപ്പോൾ അടിച്ച് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ നിന്ന് പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുഭാഗത്ത് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മളെ ബനാനയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമ്മളിതാ ഇതുപോലെ മൊത്തത്തിൽ തന്നെ അങ്ങോട്ട് കൊടുക്കുക. നമ്മളിനി മാറ്റി വെക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള മാവ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പം ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അടിപൊളി കായ്പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലും ഒരു പാത്രം വെച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ എത്ര ലോ ഫ്ലെയിമിൽ ഇട്ടാലും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും വെറൈറ്റി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി നോക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണല്ലോ. അധിക വീട്ടിലും എന്തായാലും നോമ്പിനൊക്കെ ഇത് തന്നെയായിരിക്കും സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാൻ. ഇനിയിപ്പോൾ 4 മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് തന്നെയാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അടിപൊളി കായ്പോള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം. ബൈ, താങ്ക് യു.